അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പേര് ജഫീൽ. ഞാൻ തൃശ്ശൂർ വെള്ളിക്കുളങ്ങര സ്വദേശിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ ഇടുന്നത്. അതായത് ഞാനിപ്പോൾ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രവാസികൾ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ കൊടുത്തയക്കാറുണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാറുണ്ട്. അതിൽ പലതും നാട്ടിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ കുറേ കംപ്ലൈൻറ്റ്സ് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായപ്പോഴാണ് നമുക്ക് ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ അത് വിവരിച്ച് പറയുമ്പോൾ ഒരുപാട് സമയം, ചിലപ്പോൾ കുറച്ച് സമയം ലെങ്തി ആയിരിക്കാം ഈ വീഡിയോ, അറിയില്ല, പറഞ്ഞു വരുമ്പോൾ എത്ര സമയം എടുക്കുന്നു. അതായത് ഈ 2020 മാർച്ച് 5 എൻ്റെ സുഹൃത്ത് ഷറഫ് അലി, ചാലക്കുടിക്കാരനാണ്, അദ്ദേഹം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് നമ്പർ 476 ആണ് വരുന്നത്. ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ എൻ്റെ മൊബൈൽ ഒരെണ്ണം പുതിയത് വാങ്ങിയിട്ട്, ഷവോമിയുടെ Redmi 8A വാങ്ങിയിട്ട് കൊടുത്തയച്ചിരുന്നു. എൻ്റെ മാമാക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു കൊടുത്തയച്ച ഒരു ഫോണാണത്. ആ ഫോണ് ഇവൻ ഹാൻഡ് ബാഗിലാണ് വെച്ചിരുന്നത്. ഈ ഹാൻഡ് ബാഗ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സ്റ്റാഫുകൾ പറഞ്ഞു ഇത് ലഗേജിന്റെ കൂടെ വിടണം, ലഗേജ് കൂടുതലാണ്, അവർക്ക് വെയിറ്റ് കൂടുതലായതിന്റെ പേരിൽ ഇതിന്റെ ലഗേജിന്റെ കൂടെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ ഹാൻഡ് ബാഗ് സുരക്ഷിതമായി എത്തിക്കാൻ ടാഗ് ചെയ്തുകൊണ്ട് ഇവർ ഈ ഹാൻഡ് ബാഗ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ലഗേജിന്റെ കൂടെ വിട്ടു. ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആയിരുന്നു. നാട്ടിലെത്തിയപ്പോൾ വൈകി. ഉറക്കക്ഷീണം കാരണം കൊണ്ട് ഇവൻ ഉറങ്ങിപ്പോയി. വീട്ടിലെത്തി ഉറങ്ങി. ബാഗ് ചെക്ക് ചെയ്യാൻ വൈകി. കുറച്ച് കഴിഞ്ഞ് ഉറക്കൊക്കെ എഴുന്നേറ്റ് ബാഗ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കൊടുത്തയച്ച മൊബൈൽ മാത്രം ആ ബാഗിലില്ല. ആ മൊബൈൽ പിന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇക്ക മൊബൈൽ കിട്ടിയില്ല, മൊബൈല് എയർപോർട്ടിൽ എവിടെ മിസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ ആ മൊബൈൽ ഇക്കാക്ക് മേടിച്ചു തരാമെന്നും പറഞ്ഞു. സ്വാഭാവികമായും നമുക്കും മൊബൈൽ പോയപ്പോൾ ഒരുപാട് വിഷമം. അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച്, വലിയ വില പിടിപ്പുള്ള മൊബൈലൊന്നല്ല എങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച് അത് അവിടെ എത്തിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം, അതൊരു പ്രത്യേക വിഷമം തന്നെയാണത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, അതിന്റെ IMEI നമ്പറും ഇതൊക്കെ വെച്ച് ഞാനൊന്ന് നോക്കട്ടെ, നമുക്ക് നോക്കാം, നീ ടെൻഷൻ ആവണ്ട, കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ടാണ് നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം കിട്ടാനായിട്ട്, അത്ര ഉറപ്പൊന്നുമില്ല, എന്നാലും കംപ്ലൈന്റ് കൊടുക്കാമെന്ന് മാത്രമെന്ന് പറഞ്ഞു. പിന്നെ യാത്ര ചെയ്ത് ഇവനെ വീണ്ടും അങ്ങോട്ട് വിടേണ്ട കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും അത് അവിടെ വെച്ചു. അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിൽ ഖത്തർ മലയാളീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു സംഭവം ഇട്ടു, മെസ്സേജ് ആയിട്ട് ഇട്ടു. എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി, എന്ത് ചെയ്യണം എന്ന് വെച്ചു. പലരും മറുപടി പറഞ്ഞത് IMEI കോഡ് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ട്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ കേസ് കൊടുത്ത് തന്നെ ട്രാക്ക് ചെയ്യണം, അത് അങ്ങനെ പിടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. എന്നാലും അതിൽ വലിയ പ്രതീക്ഷ വേണ്ട ബ്രോ എന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ കമന്റിലും ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനതിൽ ആ മൊബൈലിൽ എൻ്റെ മാമ്മയുടെ ഒരു മെയിൽ ID വെച്ചുകൊണ്ട് പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു. അതിൻ്റെ പാസ്വേഡും Gmail IDയും ഞാൻ ഓർത്തു വെച്ചിരുന്നതുകൊണ്ട് ഞാനിവിടെ അത് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ആ രാത്രിയിൽ ചെക്ക് ചെയ്തപ്പോൾ ആ രാത്രിയിൽ മൊബൈൽ ഖത്തറിൽ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ലാസ്റ്റ് ലോഗിൻ കാണിക്കുന്നത് ഖത്തറാണ്, അത് കാണിക്കുന്നത് ആ ഡേറ്റ് തന്നെയാണ്, അതായത് 6-ാം തീയതി തന്നെയാണ്. ഞാൻ നോക്കുന്നത് ഇവിടെ പുലർച്ചെ സമയമാണ്. ആ സമയത്ത് ഇവിടെ മൊബൈൽ ഓപ്പൺ ആണ്, ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നതിൽ ഞാൻ കണ്ടു. ശേഷം ഉറപ്പായപ്പോൾ IMEI നമ്പർ വെച്ച് ഈ മൊബൈൽ ട്രാക്ക് ചെയ്ത് എനിക്ക് എടുക്കാം എന്നുള്ളൊരു വിശ്വാസത്താൽ അന്ന് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം പള്ളിയിൽ പോയി വന്നതിന് ശേഷം വീണ്ടും ഞാൻ ഈ മൊബൈലുമായുള്ള അന്വേഷണം തുടർന്നപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്ന് തന്നെ ഞാൻ ഈ ഗൂഗിൾ അക്കൗണ്ടിൽ കയറിയിട്ട് ലൊക്കേഷൻ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത ഈ മൊബൈലിന്റെ ലൊക്കേഷനും കാണിക്കുന്നുണ്ട്, വേറൊരു ലൊക്കേഷനും കാണിക്കുന്നുണ്ട്. അതിൽ ടച്ച് ചെയ്തപ്പോൾ Redmi 8A എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ലൊക്കേഷൻ 12 കിലോമീറ്റർ അകലെയാണെന്നും കാണിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഷഹീർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് വന്നു. ഷഹീറിന്റെ മൊബൈലിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിൽ കയറി എൻ്റെ ഈ മാമായുടെ Gmail IDയും പാസ്വേഡും അടിച്ചു നോക്കിയപ്പോൾ സംഭവം ഇവിടെ 12 കിലോമീറ്റർ അകലെ ബർവ അൽ ബർഹ എന്ന് പറഞ്ഞ ക്യാമ്പിൽ ഉണ്ട് എന്നും അതൊരു കൊറോണ വൈറസ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നും അതിലിപ്പോ 48%
ചാർജ് ഉണ്ടെന്നും കാണിക്കുന്ന ഒരു രംഗമാണ് നമ്മളതിൽ കണ്ടത്. ഉടനടി നമ്മൾ ഇവിടുന്ന് കാറെടുത്ത് പോയി. ഞങ്ങൾ 3 പേര് പോയി. റാഷിദും ഷഹീറും ഞാനും കൂടി പോയി. ക്യാമ്പിൽ പോയി സംസാരിച്ചപ്പോൾ അവിടെ സെക്യൂരിറ്റിനെ കണ്ട് സംസാരിച്ചു. നമുക്കൊരു ക്യാമ്പിൽ കയറി അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അവിടെ കയറി അവരുടെ റൂമിൽ കയറാനൊന്നും പറ്റില്ലല്ലോ. അതിന്റെ പേരിൽ സെക്യൂരിറ്റിനോട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, വിവരിച്ചു പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞത് എന്റെ പരിധിയിൽ നിൽക്കില്ല, ഞാൻ എന്റെ സൂപ്പർവൈസർ വിളിക്കാന്ന് പറഞ്ഞു. സെക്യൂരിറ്റി സൂപ്പർവൈസർ വന്നു, ഒരു നേപ്പാളിയാണ്. അദ്ദേഹം പറഞ്ഞു എന്റെ പരിധിയിൽ നിൽക്കില്ല, ഞാൻ ക്യാമ്പോസിന് വിളിക്കാൻ പറഞ്ഞു. ക്യാമ്പോസിന് വിളിച്ചു. ക്യാമ്പോസ് പറഞ്ഞു, നിനക്ക് എന്താ ഇത്ര ഉറപ്പ് നിന്റെ മൊബൈലാണ് എന്നാണ് അയാൾ ആദ്യം ചോദിച്ചത്. സംഭവം ശരിയാണ്, അയാൾ ചോദിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഞാനത് തെളിയിച്ചു തരാം, കാരണം എന്റെ കയ്യിൽ ഇതിന്റെ ബില്ലുണ്ട്. ഞാൻ ലുലുന്ന് മേടിച്ച ബില്ലാണിത്, ഈ മൊബൈൽ മേടിച്ച ബില്ല്. അതിൽ IMEI നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് ആ മൊബൈൽ ചെക്ക് ചെയ്യാം, ആ മൊബൈലിൽ IMEI നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല, ആ റൂമിൽ കയറി ആ മൊബൈൽ എനിക്ക് എടുത്തു തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം, പോലീസ് വന്നിട്ട് ചെക്ക് ചെയ്യട്ടെ. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും പരാതി കൊടുക്കും, എല്ലാവർക്കെതിരെയും പരാതി കൊടുക്കും, കമ്പനിക്കെതിരെയും പരാതി കൊടുക്കും, എല്ലാവർക്കെതിരെയും പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അതായത് ഫിലിപ്പീനോ ആയിരുന്നു ക്യാമ്പോസ്. അയാൾ വന്നു, ഇവരുടെ റൂമിൽ കയറി. ഇപ്പൊ നമ്മൾ ഈ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ റിങ് ചെയ്യിച്ചു മൊബൈൽ അവിടെ റിങ് ചെയ്തു. അയാളെ വിളിച്ചു, എണീപ്പിച്ചു. അയാൾ ഉറങ്ങായിരുന്നു, നേപ്പാളിയായിരുന്നു, ഉറങ്ങായിരുന്നു. അദ്ദേഹം എണീറ്റപ്പോൾ അയാൾ വിളിച്ചു, മൊബൈൽ എവിടെ നിന്നിട്ട് ചോദിച്ചു. മൊബൈൽ ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞു. എവിടെന്നാന്ന് വെച്ചാൽ പറഞ്ഞു 300 റിയാലിന് ഒരു സുഹൃത്തിന്റെ വാങ്ങിയതാന്ന് പറഞ്ഞു. സുഹൃത്ത് ആരാ? സുഹൃത്തിന്റെ പേര് പറഞ്ഞു. അവരപ്പോ തന്നെ അയാളെ എംപ്ലോയിയുടെ ID വെച്ചിട്ട് അയാളെ വിളിച്ചു വരുത്തി. അപ്പൊ ഈ മൊബൈലിൽ ഞാൻ ലോഗിൻ ചെയ്ത ഈ വ്യക്തി ആരാന്ന് ഇയാളോട് വെച്ചപ്പോ അയാൾക്ക് അറിയില്ല. ഷമീർ എന്ന് പറഞ്ഞ Gmail ID വെച്ചിട്ടാണ് ഞാൻ ഈ മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാരാന്ന് അയാൾക്ക് അറിയില്ല. IMEI നമ്പർ ചെക്ക് ചെയ്തു, എന്റെ ബില്ലിലുള്ളതും ഇതും ചെക്ക് ചെയ്തു. സെക്യൂരിറ്റി ഓഫീസർക്കും ക്യാമ്പോസിനും ബോധ്യമായി അത് എന്റെ മൊബൈലാണെന്നുള്ളത്. അപ്പോൾ അയാള് അവരോട് പറഞ്ഞു എവിടുന്ന് മൊബൈൽ കിട്ടിയെന്ന് വെച്ചപ്പോ ആ രണ്ടാമത് വന്ന നേപ്പാളി പറഞ്ഞത് അവർക്ക് പാൻട്രിന്ന് കിട്ടിയതാണ്, വീണ് കിടക്കായിരുന്നു, അവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടി പാക്കോട് കൂടി പുതിയ മൊബൈല് അതേപോലെ തന്നെ വെച്ച് കവറിലൊക്കെ ആക്കി അതിൽ തന്നെ വെച്ച ഈ മൊബൈല് ഹാൻഡ് ബാഗിൽ വെച്ച് അവര് ടാഗ് ചെയ്ത്, എയർ ഇന്ത്യ സ്റ്റാഫ് ടാഗ് ചെയ്ത് വിട്ട മൊബൈല് ഈ വിധത്തില്, അതായത് മൊബൈല് മാത്രമായിട്ട് അയാൾക്ക് പാൻട്രിന്ന് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതിപ്പോ എനിക്കറിയാം, ഇത് ചോദ്യം ചെയ്തു വരുമ്പോ നിങ്ങളുടെ തന്നെ ഒരുപാട് സ്റ്റാഫുകൾ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരും, ഇതൊരു ചെയിൻ ആയിരിക്കും, ഒരുപാട് പേര് ഇതിൽ ഇൻവോൾവ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു. ആ നേപ്പാളിന്റെ അടുത്ത്, താഴെ കിടന്നിരുന്ന ഈ മൊബൈല് വേറെ ആരുടെയും ആയിരിക്കില്ല, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ ആയിരിക്കില്ല, ഇത് നിങ്ങൾ കളഞ്ഞു കിട്ടിയതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇത് പോക്കറ്റിൽ എടുത്ത് വയ്ക്കാൻ എന്താണ് കാരണം വെച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇതിന്റെ ഉള്ളിലെ ഞങ്ങൾക്ക് ആർക്കും മൊബൈൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞു, എയർപോർട്ടിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ഉള്ളിലേക്ക് മാത്രമാണ് അലൗഡ് അല്ല, പുറത്തേക്ക് കൊണ്ടുപോകാം. അതാണ് അതിന്റെ സാരം. ഞാനത് അവിടെ ചോദിച്ചില്ല, കാരണം ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ മൊബൈൽ കിട്ടിയാൽ മതി, മൊബൈൽ കിട്ടിയ എന്റെ പ്രശ്നം തീർന്നു, പക്ഷെ എനിക്ക് എന്റെ ചാർജറും കിട്ടണം എന്ന് പറഞ്ഞു. ചാർജർ എന്തെന്ന് വെച്ചാൽ പറഞ്ഞു ചാർജർ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് പക്ഷെ ശരിയായിരിക്കാം, എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. കാരണം മൊബൈലാണെന്നുണ്ടെങ്കിൽ ഈ പോക്കറ്റിലോ എവിടെയെങ്കിലും വെച്ചാൽ അവർ പോകണമെന്നുണ്ടാവും, പുറത്തേക്ക് പോകണമെന്നുണ്ടാവും എയർപോർട്ടിന്റെ. അപ്പൊ ആ സെക്യൂരിറ്റി സിസ്റ്റം, അതായത് ഇത്രയും ക്യാമറകളും ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഖത്തർ പോലത്തെ ഒരു ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് സ്വപ്നത്തിൽ പോലും 1% പോലും ഞാൻ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് അപ്പോഴും നമ്മുടെ നാട്ടിനെ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിനെ കുറ്റപ്പെടുത്താനായിരുന്നു എന്റെ വ്യഗ്രത. സത്യം പറഞ്ഞാൽ നമ്മളെ കണ്ടുവന്നിരുന്നതും വാർത്താ മാധ്യമങ്ങളിലും അതിലും എല്ലാവരും കണ്ടുവന്നിരുന്നത് എയർപോർട്ടിൽ നിന്ന് മോഷണം പോകുന്നു എന്നായിരുന്നു, നമ്മുടെ എയർപോർട്ടിൽ നിന്ന് പോകുന്നതാണ്. ഞാൻ എല്ലാ മോഷണങ്ങളും ഇവിടുന്ന് പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഇവിടുന്നും പോകുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഇവിടെ അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല മറ്റുള്ളവരെങ്ങനെ മനസ്സിലാക്കിയെന്ന്, പക്ഷെ ഇങ്ങനൊരു സംഭവം മനസ്സിലാക്കിയിട്ട് ഞാൻ ചർച്ച ചെയ്തപ്പോൾ, ഇത് മറ്റുള്ള ആൾക്കാരായിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് ഒരേ സ്വരത്തിൽ, ആരും ഇതിങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊടുത്തയച്ച ഒരു മൊബൈല് മാർച്ച് 5 പുലർച്ചെ കൊടുത്തയച്ച മൊബൈല് മാർച്ച് 6 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് 12 കിലോമീറ്റർ അകലെ വേറെ ഒരുത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ദണ്ണം
അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അത് നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് അവരെ പോയി തല്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. കാരണം അതൊരു ക്യാമ്പാണ്. അവിടെ പോയി നമ്മൾ അതിക്രമിച്ച് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അതിന്റെ പേരിൽ നമ്മൾ അതിനൊന്നും നിന്നില്ല, നമ്മൾ തിരിച്ചു പോന്നു. ഇൻഷാ അല്ലാഹ് ഇത് എന്തായാലും നമ്മൾ പരാതിപ്പെടേണ്ടവിടത്ത് പരാതിപ്പെടുക തന്നെ ചെയ്യും. അത് കാരണം ഇത് തുടർന്ന് പോകാൻ പാടില്ല, ഒരാളും ഇത് ചെയ്യാൻ പാടില്ല. ഇത് മൊബൈൽ ആയതുകൊണ്ട് നമുക്ക് ഇത് ലൊക്കേറ്റ് ചെയ്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാൻ പറ്റി. വേറെ എന്തെങ്കിലും ഒരു സാധനം, നമ്മളൊരു വിലപിടിപ്പുള്ള ഒരു വാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡോ വേറെ എന്തെങ്കിലും ഒരു സാധനമാണ് ഇതേപോലെ നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും, എങ്ങനെ ട്രാക്ക് ചെയ്യും? അവരെല്ലാരും ഞെട്ടി. കാരണം അവർ ചോദിച്ചു നിങ്ങൾ എങ്ങനെ കണ്ടു, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണമെന്ന് ആദ്യം ചോദിക്കുന്നവര്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ലൊക്കേഷൻ കിട്ടി, ഞങ്ങളുടെ ലൊക്കേഷൻ കിട്ടി എന്നുള്ളതാണ് ഈ ക്യാമ്പോസും സെക്യൂരിറ്റിക്കാരും അവിടുത്തെ ഈ പിടിക്കപ്പെട്ട ഈ നേപ്പാളികളൊക്കെ ചോദിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരു കാരണവശാലും, ഞാൻ പറയണ ഒരു കാരണവശാലും നമ്മുടെ ഹാൻഡ് ബാഗ് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ആ ഒരു സിബ് തുറന്ന് എടുത്തിട്ട് വീണ്ടും സിബ് അടക്കുകയാണ്. ഒരു പ്രശ്നമില്ല കാര്യമൊന്നും. അതൊക്കെ മുമ്പ് പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ ഹാൻഡ് ബാഗ് അവരുടെ കയ്യിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഇതേപോലെ മൊബൈലോ അങ്ങനെ അത്യാവശ്യം നല്ല സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സിബ് തുറന്നെടുക്കാൻ പറ്റുന്ന ഒരു ലഗേജും ഒരു ഹാൻഡ് ബാഗും ലഗേജിന്റെ കൂടെ വിടരുത്. നമുക്ക് ആവശ്യമുള്ള ഒരു സാധനവും ഹാൻഡ് ബാഗിന്റെ ലഗേജിന്റെ കൂടെ കയറ്റി വിടരുത്. ഇതേപോലെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇത്രയും ക്യാമറയും സെക്യൂരിറ്റി ഉള്ള അവിടെ നിന്ന് അവര് ഈ മൊബൈൽ പുറത്തെടുത്ത് അവരുടെ റൂമിലെത്തി. അതിന്റെ ഇടയിൽ കച്ചവടം നടന്നു. 300 റിയാലിന് ഈ മൊബൈൽ അയാൾ മേടിച്ചു. അയാള് തെറ്റിദ്ധരിച്ച് മേടിച്ചാണ്. അതായത് റെഡ്മി 8 ആണെന്ന് വിചാരിച്ചു, നോട്ട് 8 ഏതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മേടിച്ചത് 300 റിയാലിന്. ആ മൊബൈലിന് വില കൂടുതലാണ്. എന്നാൽ ഈ മൊബൈലിന് അത്രയും വിലയില്ല. 369 റിയാലിന് ഞാൻ മേടിച്ച മൊബൈലാണിത്. ഇത് 300 റിയാലിന് അവൻ മേടിച്ചു. അവന് മണ്ടത്തരായിന്ന് അവൻ എന്നോട് പറയണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് പറയണം അവൻ എന്റെ 300 റിയാൽ പോയി വൈന്ന്. ഞാൻ എന്ത് പറയണം അവനോട്? അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാൽ തന്നെ ഇതേപോലെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രവാസികളെല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതേപോലെ കൊടുത്തയക്കുന്നവരും കൊണ്ടുപോകുന്നവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കൊടുത്തയക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ആ പയ്യന്റെയും കൂടി വിഷമം നമ്മൾ കാണേണ്ടി വരാണ്. അവൻ അവിടെ നിന്ന് വിഷമിച്ചിട്ട് നമ്മളോട് ഞാൻ ആ ഫോൺ മേടിച്ചു തരാന്ന് പറയുമ്പോൾ അവന്റെ മനസ്സും കൂടി നമ്മൾ കാണും. അപ്പൊ ഇതെന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ്. ഇത്ര നീട്ടിപ്പരത്തി പറഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഞാനിത് കണ്ടെത്തിയത്. ഞാനിത് ഈ ഗ്രൂപ്പിൽ, ഖത്തർ മലയാളീസ് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു ഞാൻ ഒരു പോസ്റ്റ്. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.